മക്കളെടാ ഞാനിങ്ങനെ അമൽ സാറിൻ്റെ കമ്പനി ബോർഡ് LGSലെ ക്ലാസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കുറേ മെസ്സേജുകൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ ഡിസ്ട്രാക്റ്റഡ് ആവാതെ ഇതിലേക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോൺസെൻട്രേഷൻ, നമുക്ക് കൃത്യമായിട്ട് പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ഫോണാണ്. പക്ഷെ നമുക്ക് ഈ ഫോൺ ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസ് ആയിക്കോട്ടെ, നിങ്ങളിനിയും ബാച്ചിലേക്ക് വരാനിരിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബ് നോക്കി പഠിക്കുന്നവരായിക്കോട്ടെ, ഫോൺ എന്ന് പറയുന്നൊരു മാധ്യമത്തിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നതും അത്ര പോസിബിൾ അല്ല. പിന്നെ എങ്ങനെയാണ് ഈ ഒരു ഘട്ടത്തെ മറികടക്കാൻ കഴിയുക? തുടക്കക്കാരായിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സംശയമുള്ള, അവർക്ക് മറികടക്കാൻ നന്നേ പ്രയാസപ്പെടുന്ന ഒരു വിഷയമാണ്. നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇത് തുടക്കക്കാർ മാത്രം കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയുള്ളവരൊക്കെ കുറേയൊക്കെ ഇതിനുള്ള ധാരണയുള്ളവരായിരിക്കും. കുറേ നാളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ കുറേ ആളുകൾ പരിഹരിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ പറയുന്നത് പ്യുവർലി തുടക്കക്കാരോടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കമ്പനി ബോർഡ് LGS പോലെ, VFA പോലെ, ബെബ്കോ LD പോലെയുള്ള ഒരുപാട് 7th ലെവൽ 10th ലെവൽ പരീക്ഷകൾ നിങ്ങളുടെ മുന്നിൽ നിൽപ്പുണ്ട്. ഏതാണ്ട് 4000-ലധികം വേക്കൻസികളും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് കുറേ അധികം കുട്ടികൾ പുതിയതായി PSC പഠിക്കാനായിട്ട് വന്നു നിൽപ്പുണ്ട്. ഇവരെല്ലാവരും പോവാൻ സാധ്യതയുള്ള ഒരു ലൂപ്പിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടെയും അവസാനം വരെയും ഈ വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എങ്കിൽ അവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പറ്റുമെങ്കിൽ മക്കളെ നിങ്ങൾ ആദ്യം ഈ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനുള്ള സംവിധാനം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വാട്സപ്പിലൊക്കെ വരുന്ന മെസ്സേജസ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരുന്ന മെസ്സേജ്, ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ, മറ്റ് കുറേ ആപ്ലിക്കേഷനുകളുണ്ട്. ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മൾ അലൗ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിലൂടെ ഇങ്ങനെ കിണുകിണ ഇഷ്ടംപോലെ മെസ്സേജുകളും അതിൻ്റെ ബീപ്പ് സൗണ്ടുകളും വന്നുകൊണ്ടിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര ആവേശത്തിലായിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങാം. പക്ഷെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് വീണ്ടും നമ്മൾ ആ മെസ്സേജുകളിലേക്ക് പോകും. ഒരു മെസ്സേജ് നമ്മൾ വായിക്കാനായിട്ട് വാട്സപ്പ് എടുത്താൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എടുത്താൽ പിന്നെ ഒരു മണിക്കൂറോളം ഇങ്ങനെ വെറുതെ പോയിക്കൊണ്ടിരിക്കും. സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല. ഞാൻ അനുഭവിക്കുന്നത് മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. എന്താണ് ചെയ്യാൻ പറ്റുക? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കി ഇടാനായിട്ട് ഒന്നാമത് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പഠിക്കുമ്പോൾ പറ്റുമെങ്കിൽ വൈഫൈ യൂസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോളോ മറ്റു കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ അത് മ്യൂട്ട് ചെയ്തിടാനായിട്ട് പറ്റും. ഇനി അങ്ങനെ അല്ലാത്തവരാണ് എങ്കിൽ വരുന്ന കോളുകൾ ജസ്റ്റ് കട്ടാക്കി വിടുക. എത്ര വലിയ പ്രശ്നമുള്ള കോളുകളാണെങ്കിലും അല്ലെങ്കിൽ എത്ര ആവശ്യമുള്ള കോളുകളാണെങ്കിലും നിങ്ങളുടെ പഠന സമയം കഴിഞ്ഞുള്ള സമയത്ത് ആ കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പറ്റുമെങ്കിൽ ഇതിനു വേണ്ടി ഒരു ഫോണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ, അങ്ങനെ എല്ലാവർക്കും പറ്റണമെന്നില്ല, പറ്റുമെങ്കിൽ ഉപയോഗിക്കാം. ഇല്ല എങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ വിളിക്കുന്ന കോളുകൾ കട്ടാക്കി ശേഷം നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന സമയം എത്രയാണോ അതിനുശേഷം മാത്രം ആ കോളുകൾ തിരികെ വിളിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊന്ന് പഠനത്തിൽ നിന്ന് വഴിമാറിപ്പോയാൽ തിരികെ പഠനം എന്ന് പറയുന്ന മേഖലയിലേക്ക് എത്താൻ ഭയങ്കരമായ പ്രയാസമാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റഡ് ആയ ഒരു ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു പോകും, ആരോടെങ്കിലും സംസാരിച്ചു പോകും. ഫോൺ എടുക്കുന്ന സമയത്ത് കുറേ ഡിസ്ട്രാക്ഷൻസ് കയറി വന്നിരിക്കാം. അത് ചിലപ്പോൾ സന്തോഷമുള്ള കാര്യമായിരിക്കാം, സങ്കടമുള്ള കാര്യമായിരിക്കാം. അങ്ങനെ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിലേക്ക് കയറി വരികയും നമ്മൾ പഠനത്തിൽ നിന്ന് മാറുകയും ചെയ്യും. മക്കൾ, നമ്മുടെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഉറപ്പായിട്ടും ഈ വർഷം അത് പരമാവധി പഠിച്ച്, എത്രത്തോളം ആവേശത്തോടെ പഠിക്കാമോ അത്രത്തോളം ആവേശത്തോടെ പഠിച്ച് പരമാവധി കാര്യങ്ങൾ ഗ്രാബ് ചെയ്ത് വരാനിരിക്കുന്ന പരീക്ഷ 2026 വരാനിരിക്കുന്ന പരീക്ഷകളിൽ ആദ്യ റാങ്കുകൾ നേടുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതിനുശേഷം മാത്രമേ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏതൊരു പ്രയോറിറ്റിക്കും പ്രാധാന്യമുള്ളൂ. ഓക്കെ, നമ്മുടെ ഒന്നാം പ്രയോറിറ്റി എപ്പോഴും എന്താണ്? പഠനമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒരിച്ചിരി ദുഷ്കരമാണ് എങ്കിലും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകുമെന്നുള്ളതിന് സംശയം വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഒറ്റയ്ക്കാണ് നിങ്ങൾ ഇന്ന് പഠിക്കുന്നതെങ്കിൽ തുടക്കക്കാരായ കുട്ടികൾ ആദ്യം ഒരു ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒന്ന് ജോയിൻ ചെയ്യാനായിട്ടുള്ള ശ്രമം പലപ്പോഴും വേണ്ട എന്ന് വെക്കുന്നവരാണ്. കാരണം ഒന്ന് ഒറ്റയ്ക്ക് പഠിക്കാമെന്ന് വിചാരിക്കുന്നവരാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2026 എന്ന് പറയുന്ന വർഷം ഒരിക്കലും നിങ്ങൾ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യുന്ന വർഷമാവരുത്. ഓക്കെ, നിങ്ങൾ വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് PSC ഒന്ന് അറിയാൻ വേണ്ടി
പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വർഷമാവരുത് 2026. കാരണം 2026 പോലെ അത്രയും അവസരങ്ങളുള്ള, അത്രയും വേക്കൻസികളുള്ള ഒരു വർഷം മക്കളെ ഇനിയും ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വർഷം ഒരിക്കലും പരീക്ഷണമായി പോകരുത്. ആത്മാർത്ഥമായി പരമാവധി കഷ്ടപ്പെട്ട് ഈ വർഷം തന്നെ ജോലിയിൽ കയറാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അതുകൊണ്ട് നിങ്ങൾ റിസ്ക് എടുക്കരുത്. നിങ്ങൾക്കൊരു ഗൈഡൻസ് ആവശ്യമാണ് എങ്കിൽ, ഒരാൾ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. എനിക്ക് ഈ പ്രശ്നങ്ങളൊന്ന് പറഞ്ഞു തരാനുള്ള ആളുണ്ടായിരുന്നെങ്കിൽ. അതൊക്കെ മനസ്സിലാകുക ഒരുപക്ഷെ 36 വയസ്സ് കഴിഞ്ഞ ഏജ് കഴിഞ്ഞ ആളുകളോടോ അല്ല എങ്കിൽ 2-3 വർഷമായി പഠിച്ചുകൊണ്ടിരുന്നിട്ടും റിസൾട്ട് കിട്ടാത്ത ആളുകളോടൊക്കെ പോയി ചോദിച്ചാൽ മനസ്സിലാവും. ആദ്യമേ എനിക്ക് ഈ കാര്യം പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്ന് കുറേ അധികം ആളുകൾ നിങ്ങളോട് പറയും. അതുകൊണ്ട് തുടക്കം തന്നെ, ആദ്യം തന്നെ ഏറ്റവും മനോഹരമാക്കണം. നിങ്ങൾക്കൊരു നല്ല ഗൈഡൻസ് ആവശ്യമാണ് എങ്കിൽ നിങ്ങൾക്ക് സൂപ്പർ നോട്ട്സിനെ ചൂസ് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ മെന്റർഷിപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി വാഗ്ദാനം ചെയ്യലല്ല, അത് നടപ്പാക്കലാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് കേൾക്കാൻ ഇവിടെ ഒരാളല്ല, ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഒരു ടെലഗ്രാം ചാനൽ ഉണ്ടാവും. ആ ടെലഗ്രാം ചാനൽ ഇടാനായിട്ട് പറ്റും. ഇനി അതല്ല എങ്കിൽ എൻ്റെയോ അമൽ സാറിൻ്റെയോ ഒക്കെ നമ്പറുകൾ നമ്മുടെ ബാച്ചുകളിൽ ഉണ്ടായിരിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് ആ നമ്പറുകൾ എടുത്ത് ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള ഗൈഡൻസും നിങ്ങൾക്ക് തരാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ കൃത്യമായ മെൻറ്റർ സപ്പോർട്ടുള്ളൊരു ബാച്ചാണ് നമ്മളുടെ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ടും വെബ്കോയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ആരംഭിച്ചിട്ടുള്ള പുതിയ ബാച്ച്. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത്, സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഓരോ ആഴ്ചയിലും നിങ്ങൾ എന്താണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ ഒരു ടോപ്പിക്കിനെ തന്നിരിക്കുന്ന ക്ലാസ്സുകൾ അത് നിങ്ങൾ ഒരു മിനിറ്റ് പോലും നഷ്ടപ്പെടുത്താതെ മുഴുവൻ സമയവും അത് ക്ലാസ് തന്നെയായിട്ടായിരിക്കും കിട്ടുക. ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ക്ലാസ്സിന് കയറുന്ന സമയത്ത് അനുഭവിച്ചിട്ടുള്ള ഒരു പ്രശ്നമായിരിക്കും. നിങ്ങൾക്ക് 1 മണിക്കൂറാണ് ക്ലാസ് കിട്ടുന്നതിൽ ആക്ച്വൽ ഫാക്റ്റുകൾ അത് 30 മിനിറ്റ് കാണും. ബാക്കി 30 മിനിറ്റ് കഥ പറച്ചിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അതിലൂടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വീണ്ടും ടോപ്പിക്കിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ 1 മണിക്കൂറിൽ 30 മിനിറ്റ് മാത്രമേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെയല്ല. നിങ്ങൾ നമ്മുടെ ഡെമോ ക്ലാസ് ഒരെണ്ണം എടുത്ത് കണ്ടാൽ മനസ്സിലാകും. 1 മണിക്കൂറാണ് ക്ലാസ് എങ്കിൽ അത് 1 മണിക്കൂറും പ്യുവറായിട്ട് നിങ്ങളിലേക്ക് കണ്ടന്റ് തരാൻ നമ്മൾ ഓരോ അധ്യാപകരോടും പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻസ് ആണ്. അതായത് നിങ്ങൾ എത്ര പഠിച്ചാലും, എത്രമാത്രം നിങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടണമെന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെന്നില്ല, നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ആവണമെന്നില്ല. ഇതൊരു ബാറ്റിലാണ്. ഒരു 1.25 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ ഉള്ള ഒരു ബാറ്റിൽ. ആ ബാറ്റിനകത്തിൽ 100 ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണും. ആ 100 ചോദ്യങ്ങളുടെ ഉത്തരവും നിങ്ങളുടെ മുന്നിൽ കാണും. ഇതാണ് ഏറ്റവും രസകരമായ കാര്യം. അത് 4 ഓപ്ഷനുകളിലായി ഒരു ചോദ്യത്തിൽ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഏതോ ഒരു ശരി ഉത്തരം നിങ്ങൾ പിക്ക് ചെയ്യണം. നിങ്ങളുടെ മുൻപിൽ ഉത്തരമുണ്ട്, പക്ഷെ പിക്ക് ചെയ്യാൻ ഒരു പക്ഷേ ആ സമയത്തെ ആശങ്ക ആയിക്കോട്ടെ, ആ സമയത്തെ ആങ്സൈറ്റി ആയിക്കോട്ടെ, സമയമായിക്കോട്ടെ, ഇതൊക്കെ മാറ്ററായിട്ട് ചിലപ്പോൾ പറ്റാതെ പോകും. അതായത് 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ആ എക്സാം നന്നായി പൂർത്തിയാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഇമ്പ്രൂവ് ആകും എന്നുള്ളത് സംശയമില്ല. അതുകൊണ്ട് സൂപ്പർ നോട്ട്സ് നമ്മുടെ ബാച്ചുകളിൽ ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ എല്ലാ അധ്യാപകരെ കൊണ്ടും കൃത്യമായിട്ടുള്ള ലൈവ് സെഷൻസ് കിട്ടുവരും. ടോപ്പിക്ക് തീർന്നാലും സിലബസ് തീർന്നാലും എക്സാം എന്നാണോ അന്ന് വരെയും ഈ ലൈവ് ക്ലാസ്സുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. എത്രത്തോളം ചോദ്യം നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് പോലും എണ്ണാൻ കഴിയില്ല. അത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോ ടോപ്പിക് കഴിയുന്തോറും ബാച്ചിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. വീക്കിലി എക്സാംസ് കാണും, മന്ത്ലി എക്സാംസ് കാണും. അങ്ങനെ നിങ്ങളെ കൊണ്ട് എത്ര ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കാമോ അത്രയും ചോദ്യങ്ങൾ ഞങ്ങൾ പരീക്ഷയ്ക്ക് മുമ്പ് ചെയ്യിച്ചിരിക്കും. ഇതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന് നമ്മുടെ നോട്ട്സിനെ പറ്റിയിട്ടാണ്. അതായത് സാധാരണ നിങ്ങൾ പല സെൻറ്ററുകളിലും പഠിക്കുമ്പോൾ അവിടെ കണ്ടിട്ടുണ്ടാവും, അവിടെ സ്ലൈഡ് തന്നെ, അധ്യാപകൻ പഠിപ്പിക്കുന്ന സ്ലൈഡ് തന്നെ നിങ്ങൾക്ക് PDF ആക്കി നോട്ടാക്കിയിട്ട് ഫോൾഡറിൽ ഇട്ട് തരും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് ഗുണം? നിങ്ങൾ ക്ലാസ്സിൽ കണ്ട അതേ സ്ലൈഡ് വീണ്ടും നിങ്ങൾക്ക് കിട്ടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. ക്ലാസ് നിങ്ങൾ കണ്ടതാണ്. പകരം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്, അധ്യാപകൻ പറഞ്ഞ ഓരോ കാര്യവും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുള്ള, തെറ്റുകളില്ലാത്ത, ഏറ്റവും മികച്ച, നിങ്ങൾക്ക് പ്രിന്റ് എടുക്കാൻ കഴിയുന്ന ഒരു ബുക്ക്ലെറ്റ് പോലെ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയൽ പോലെ തോന്നിക്കുന്ന ആ നോട്ട്, അതാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. A4 സൈസിൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന ആ നോട്ട്. ഇവിടെ ഒരു ലോക്കും ചെയ്ത് വെച്ചിട്ടില്ല. ആപ്പിൽ മാത്രം കാണാവുന്ന ഫെസിലിറ്റിയുമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പ്രിന്റ് എടുത്ത് പഠിക്കാവുന്ന ആ നോട്ടുകൾ. അത്തരത്തിൽ ക്രമീകൃതമായ, സജ്ജീകൃതമായ, എല്ലാം ഒത്തുണങ്ങിയ ആ കോഴ്സുകളാണ് സൂപ്പർ നോട്ട്സിൽ. നിങ്ങൾ പ്രതീക്ഷിച്ച കോഴ്സുകൾ തന്നെയാണ് സൂപ്പർ നോട്ട്സിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ആവശ്യമാണ്, തുടക്കത്തിൽ തെറ്റായ വഴിയിലേക്ക് പോവാതിരിക്കാൻ ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സൂപ്പർ നോട്ട്സിനെ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്കായിട്ടുള്ളതെല്ലാം നമ്മളിവിടെ ഒരുക്കി കാത്തിരിക്കുകയാണ്. തുടക്കക്കാർ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ പഠനത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഈ വീഡിയോ എത്തിക്കാനായി ശ്രമിക്കാം. മറ്റൊരു പ്രശ്നം, ഞാൻ പഠിക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയാണ്.
പലപ്പോഴും നിങ്ങൾക്ക് തോന്നും ഞാൻ പഠിക്കുന്നത് ശരിയാണോ, ഞാൻ ആദ്യമായിട്ടല്ല പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് ഒരാഴ്ച പഠിക്കും. അപ്പോഴത്തേക്ക് നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് വരും. പിന്നെ 2-3 ദിവസം ഒന്ന് ആലോചിച്ച് റെസ്റ്റ് എടുക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, പഠനത്തിലേക്ക് വരും. വീണ്ടും നിങ്ങൾ ഒരാഴ്ച ഇതേപോലെ തന്നെ തുടരും. അപ്പം മൊത്തത്തിൽ ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 3-4 ആഴ്ച കഴിഞ്ഞ് തിരികെ ആദ്യത്തേതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചത് എന്തോ അത് തന്നെയായിരിക്കും നിങ്ങൾ അവസാനവും പഠിച്ചുകൊണ്ടിരിക്കുക. അതായത് കൂടിപ്പോയാൽ സിലബസിൻ്റെ ഒരു 10%. നിങ്ങൾക്ക് പരീക്ഷാ സമയത്ത് ഉണ്ടാകാൻ പോകുന്ന ആ വിഷമം ഞാൻ ആദ്യമേ പറഞ്ഞു തരികയാണ്. ഈ വിഷമം ഉണ്ടാവാതിരിക്കണമെങ്കിൽ അതിന് പ്രോപ്പർ മെന്റർഷിപ്പ് കിട്ടിയേ മതിയാവൂ. തീർച്ചയായിട്ടും നിങ്ങൾ സൂപ്പർ നോട്ട്സിൻ്റെ കമ്പനി ബോർഡ് LGS അതേപോലെ തന്നെ VFA, ബെപ്കോ LD തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ബാച്ചിലേക്ക് വരാനായിട്ട് മടിക്കരുത്. ഇവിടുത്തെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായി കണ്ടതിന് ശേഷം മാത്രം, നോട്ടുകൾ കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രം ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ആ ഫെസിലിറ്റി നമുക്കിവിടെ ഉണ്ട്. അതിനായിട്ട് 82812236 നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ടായിരിക്കും. ഈ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. കാരണം സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആയിരിക്കും. ആ ലിമിറ്റഡ് സീറ്റുകളിലേക്ക് മാത്രമേ അഡ്മിഷൻ നടക്കുകയുള്ളൂ. കാരണം കൃത്യമായിട്ട് മെന്റർ സപ്പോർട്ട് കൊടുക്കേണ്ട ബാച്ചാണ്. അതുകൊണ്ട് നിങ്ങളുടെ സീറ്റ് ആദ്യമേ ലോക്ക് ചെയ്തിടാനായിട്ട് ശ്രമിക്കാം. അതിനുവേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തരിക. ഇല്ല എങ്കിൽ 8281223336 നമ്പറിലോട്ട് വിളിച്ചോ. 2026 നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള വർഷമാണ്. പരീക്ഷണത്തിനുള്ള വർഷമല്ല, ജീവിതം മാറ്റാനുള്ള വർഷമാണ്. താങ്ക് യു സോ മച്ച്.